ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് 3 ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മാസമായി. അപ്പോൾ കുറേ ചട്ടികളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഈ പിടിയുള്ള ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനത് 3 വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, അത് മയക്കെടുക്കണമല്ലോ, എങ്ങനെയെന്ന് നോക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, രണ്ടും ഇത് എടുത്തിട്ട് 3 ചട്ടികൾ എടുത്തിട്ട് ഓരോന്നിലും ഇതുപോലെ എണ്ണയൊക്കെ പുരട്ടി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ഈ 3 ചട്ടിക്കും കൂടി എത്ര രൂപ കൊടുത്തെന്ന് പറയട്ടെ. ഓരോ ചട്ടി എടുത്തപ്പോഴും 250, 300 രൂപയൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അയ്യോ അത്രയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം പേശി നിന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ നേരവും. അന്നേരം ഞാൻ പറഞ്ഞു, അപ്പോൾ ആ പിടിയുള്ള ചട്ടിക്കൊക്കെ 300, 350 രൂപയൊക്കെ പറഞ്ഞു. ഞാൻ ഈ 3 ചട്ടി എടുക്കാം, എനിക്കൊരു 500 രൂപയ്ക്ക് തരുമല്ലോ. ഏത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ താ, വൈകുന്നേരത്തെ നേരമായി, എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് അന്നൊരു 100 രൂപ കൂടി കൂട്ടി തരാൻ പറഞ്ഞു. നമുക്ക് പറ്റില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ 500 രൂപയ്ക്ക് 3 ചട്ടി കിട്ടി. ഇത് ലാഭമാണോ നഷ്ടമാണോ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ എഴുതണേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ കാടിവെള്ളം ഉണ്ടല്ലോ, കാടിവെള്ളവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 ദിവസം വെച്ചിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് വാഷ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഈ പാത്രം തേക്കുന്ന ഒരു ഡിഷ് വാഷ് ഉണ്ടല്ലോ, അതിനകത്ത് നന്നായിട്ട് തേച്ചരച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്തത് ഓരോന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ചട്ടികൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടം കൂടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് തന്നെ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ പിടിയുള്ളത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായിട്ട് സോപ്പ് ഡിഷ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി, ഇതിനൊരു മണ്ണിൻ്റെ ചുവയുണ്ടാവും, അപ്പോൾ നന്നായിട്ട് മയക്കി എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം ഉരച്ച് തേച്ച് കഴുകണം. അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ഇത് വരും നമ്മൾ ഉപയോഗിക്കുമ്പോൾ. നന്നായിട്ട് വൃത്തിയായി കഴുകിയൊക്കെ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടണം കേട്ടോ. ഓരോന്നിതുപോലെ നന്നായി കഴുകിയെടുക്കുക. നല്ല ഈ ചിക്കനും മീനും അല്ലെങ്കിൽ അവിയലും ഒക്കെ വയ്ക്കാനായിട്ട് നല്ല പാത്രങ്ങളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇനി കൂടുതൽ മോഡേൺ ആയിട്ടുള്ളത് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പോയാൽ മതി, പള്ളി സൈഡായിട്ട് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഏത് എണ്ണയായാലും ഒന്നും കൂടി നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇത് ഒരു ദിവസം വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പുരട്ടി കഴിഞ്ഞ് നല്ല വെയിലുള്ളപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ ഒരു ദിവസത്തെ വെയിലിൽ വെച്ചെടുക്കുകയാണ് ചെയ്തത്. ചുറ്റും മെഴുക്കൊക്കെ പുരട്ടി എല്ലാത്തിനും കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നല്ല പുത്തൻ പാത്രം മാതിരി ഇരിക്കും. പിന്നെ നമ്മൾ തേച്ചരച്ച് കളയുമ്പോൾ ആ മണ്ണിൻ്റെയൊക്കെ ഒരു തെരുതെരിപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് മാറി നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വാല് പിടിയുള്ള ഇതാണ്. ഇതൊരു ചീനച്ചട്ടി പോലെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനോ കടുക് വറുത്തിടാനോ ഒക്കെ പറ്റിയൊരു ചട്ടി പോലത്തെ ഒരു ഇതാട്ടോ. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് നല്ല വേണ്ട പുത്തൻ മാതിരി നോൺ സ്റ്റിക്കിൻ്റെ ഇതുമാതിരി ഇരിക്കില്ലേ, ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഒറ്റ ദിവസം വെയിലേ ഞാൻ കൊള്ളിച്ചുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നോക്കണം. അപ്പം ഞാനൊരു ചട്ടി എടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് നോക്കിയിട്ടോ. അടിയിലൊന്നും പൊട്ടി വീണിട്ടില്ല. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഒരാഴ്ചത്തെ ഇതാണ് ഞാൻ ചെയ്ത്. ഇനി ഇതിൽ എളുപ്പത്തിൽ ചെയ്യണത് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ചട്ടികളൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു.